ഇന്നലെ നടി മിനു മുനീറിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ഏതാ ശരിക്കും കേസ്? കേരളത്തിലെ കേസിൽ തമിഴ്നാട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പോക്സോ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നടി മീനു മുനീറിന് വലിയൊരു കുരുക്കാണ് വന്നു പെട്ടിരിക്കുന്നത്. ബാലേന്ദ്ര മേനോനെതിരെയും ഒരുപാട് നടി ജയസൂര്യക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച നടിയായിരുന്നു മീനു മുനീർ. ഇപ്പോൾ ബന്ധുവായ പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി പെൺവാണിഭ സംഘത്തിന് കൈമാറിയെന്നാണ് കേസ്. അത് നടിക്ക് വലിയ കുരുക്കായി മാറും. കാരണം ബന്ധുവായ ഒരു കുട്ടിയെ, ഒരു 14 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നിട്ടാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാനുള്ള ശ്രമം ചെന്നൈയിൽ കൊണ്ടുവന്നത്. ചെന്നൈ തിരുമംഗലം പോലീസാണ് ഇന്നലെ നടിയെ കേരളത്തിലെത്തി കസ്റ്റഡി എടുത്തത്. വലിയ കേസായി മാറും അത്. തുടർന്ന് ചെന്നൈയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 2014 16 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി മീനു ചെന്നൈ തിരുമംഗലത്തെ ഫ്ലാറ്റിലെത്തിക്കുകയായിരുന്നു. ഓഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടെ ഉണ്ടായിരുന്ന 6 പുരുഷന്മാർ അപമര്യാദയായി പെരുമാറിയെന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ മീനു ആവശ്യപ്പെട്ടെന്നുമാണ് പരാതി. ചെന്നൈയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ പെൺകുട്ടി മീനുവുമായി അകന്നു കഴിഞ്ഞു. കേരളത്തിലാണ് പിന്നീട് ഇവർ പരാതി നൽകിയത്. പിന്നീട് സംഭവം നടന്നത് തിരുമംഗലം പോലീസ് പരിധിയിലായതിനാൽ കേസ് തിരുമംഗലം പോലീസിന് കൈമാറുകയായിരുന്നു. ചെന്നൈ തിരുമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ആലുവയിലെത്തിയാണ് മീനു മുനീറിനെ കസ്റ്റഡിയിലെടുത്തത്. ഇവരെ രാവിലെ തന്നെ ചെന്നൈയിലെത്തിച്ചു. നേരത്തെ നടൻ ബാലേന്ദ്ര മേനോൻ നൽകിയ അപകീർത്തി കേസിൽ മീനു മുനീർ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത്. ബാലേന്ദ്ര മേനോനെതിരെ നടി നൽകിയ ലൈംഗികാതിക്രമ കേസ് തെളിവില്ലെന്ന് കണ്ട് കോടതി അവസാനിപ്പിച്ചിരുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടന്മാർക്കെതിരെ മീനു മുനീർ ലൈംഗികാരോപണം ഉന്നയിച്ചിരുന്നു. ബാലേന്ദ്ര മേനോനെ കൂടാതെ നടന്മാരായ മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവരും തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു നടിയുടെ ആരോപണം. വലിയ ലിസ്റ്റുണ്ട്. ബാലേന്ദ്ര മേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മീനു മുനീറിൻ്റെ അഭിഭാഷകൻ കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായിരുന്നു. കൊല്ലം സ്വദേശി സംഗീത് ലൂയിസിനെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത്. ആലുവ ദേശത്തെ ഫ്ളാറ്റിൽ നിന്ന് ബുധനാഴ്ച രാത്രിയാണ് തമിഴ്നാട് തിരുമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മീനു മുനീർ താമസിക്കുന്നതെങ്കിലും അവരെ അറിയിക്കാതെ തമിഴ്നാട് പോലീസ് നേരിട്ടെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബാലേന്ദ്ര മേനോനെതിരെയൊക്കെ പറഞ്ഞത് വലിയ ആരോപണങ്ങളാണ്. 3 പെൺകുട്ടികൾ ഒരേ സമയം ബാലേന്ദ്ര മേനോൻ ഇത്തരത്തിൽ ലൈംഗിക വേഴ്ചയ്ക്ക് ഉപയോഗിച്ചു എന്ന രീതിയിൽ ഇവർ ചെന്നപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ബാലേന്ദ്ര മേനോന് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മീനു മുനീർ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് മീനു മുനീർ ബാലേന്ദ്ര മേനോനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഈ മീനു മുനീർ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത്. അതിനു മുമ്പ് ഇങ്ങനൊരു നടി ഉണ്ടായിരുന്നതായിട്ട് ഉദ്ധവിന് അറിയാമോ? മീനു മുനീറിന് അറിയാമല്ലേ? ഉദ്ധവ് പക്ഷേ സിനിമാ മേഖലയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റും. അത് മാത്രമല്ല, മീനു മുനീർ, ഞാൻ നേരത്തെ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മീനു മുനീറിൻ്റെ ഒരു വാർത്ത എടുത്തിട്ടുണ്ടായി. അതായത് ഈ ദിലീപ് കേസൊക്കെ വന്നില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നടിയെ കൂടി കൊച്ചിയിൽ ഈ രാത്രിയിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം പിന്നീട് ഈ ഒരു ദിവസം ഞാൻ ചാനലിലിരിക്കുമ്പം മീനു മുനീറിൻ്റെ ഒരു കോൾ എനിക്ക് വരികയാണ്. അപ്പോൾ മീനു മുനീർ എന്നോട് പറഞ്ഞു, ഞാൻ നടി മീനു മുനീറാണ്. എന്ന് വെച്ചാൽ എന്താണ് കാര്യം? അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ഫ്ലാറ്റ് ഓണറുമായിട്ട് ഒരു തർക്കമുണ്ട്, ഭയങ്കര സീനാണത്, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെനിക്കൊരു വീഡിയോ അയച്ചു തരാം. അപ്പോൾ ആ വീഡിയോ അയച്ചു തരുമ്പോൾ ഇവരൊരു മറ്റേ ഫ്ലാറ്റിൻ്റെ ഗേറ്റ് പൂട്ടുന്നതും വേറൊരു ലേഡിയും ഒരാണുങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തർക്കം നടക്കുന്ന ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ഇവർ ആ വീഡിയോ അയച്ചു തരുന്നു. വീഡിയോ അയച്ചു തന്നതിന് ശേഷം ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ഇവർ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എന്നോട് ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ക്യാമറമാനും ഫ്ലാറ്റിലോട്ട് ചെല്ലുന്നു. ഫ്ലാറ്റിൽ ചെന്ന് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പം ആ ഫ്ലാറ്റിൻ്റെ ഓണറുമായിട്ടുള്ള പ്രശ്നമാണ് അവിടെ, ഈ വേസ്റ്റിൻ്റെ വിഷയം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ മലയാള സിനിമകളിൽ കുറച്ച് മലയാള സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷേ തമിഴ്നാട്ടിലാണ് സെറ്റിൽ അയക്കുന്നത്, തമിഴ് സിനിമകളിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് കുറേ ഫോട്ടോസും അവരുടെ വീഡിയോസൊക്കെ ചെയ്തു തന്നു. ആ വീഡിയോ ഒക്കെ നമ്മളെടുത്തു. അതിനുശേഷം ഇടയ്ക്കൊക്കെ ഇവർ വിളിച്ചിട്ട് ഇങ്ങനെ അവർക്ക് ഫ്ലാറ്റിൻ്റെ ബുദ്ധിമുട്ട്, പിന്നീട് ആ ഫ്ലാറ്റിൻ്റെ ഓണർ മരിച്ചു, അങ്ങനെ എന്താണ് ചെയ്ത് പിന്നെ കുറേ കാലത്തേക്ക് ഇവരെ കുറിച്ച് ഒരു വിവരമില്ല. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവർ ജയസൂര്യക്കെതിരെ, ഈ പറഞ്ഞ പോലെ ഈ ബാലേന്ദ്ര മേനോനെതിരെ, കലാഭവൻ മണിക്കെതിരെ, അങ്ങനെ പല ആളുകൾക്കെതിരെയും ഇവർ ഇത് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം ഇതേപോലെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ എടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു സത്യമാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരെന്നിട്ട് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ്
അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഞാൻ പോയി ഇവരുടെ അടുത്ത് വീണ്ടും ഞാൻ സ്പെഷ്യൽ ബൈറ്റൊക്കെ എടുത്ത് ആ വാർത്ത ഞാൻ വീണ്ടും ചെയ്തു. പക്ഷെ അന്ന് എനിക്കൊരു മിസ്മാച്ച് ഉണ്ട് ഇവർ പറയുന്ന പല കാര്യങ്ങളിലും. ഈ പറഞ്ഞ ഈ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ചിട്ട് ജയസൂര്യ മോശമായിട്ട് പെരുമാറി, ഒരു ബാത്റൂമിൽ പോയിട്ട് വരുന്ന വഴിക്ക് ജയസൂര്യ കയറി പിടിച്ച് ചുണ്ടിൽ കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പറയുന്നത് അവർക്ക് പിന്നെ പറയുന്നതിനൊരു മടിയൊന്നുമില്ല അവർ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ നിങ്ങളുടെ മുഖം ഞങ്ങൾ ബ്ലർ ചെയ്യും, നിങ്ങളുടെ പേരും ഞങ്ങൾ പറയില്ല പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ പേര് പറയാമെങ്കിൽ മാത്രം വീഡിയോ കൊടുത്താൽ മതി, എൻ്റെ മുഖം കാണിച്ചാൽ. ഇതേ സാധനം അവർ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിസ്കഷനിൽ വന്നപ്പം അരുൺകുമാറിൻ്റെ ചർച്ചയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 8 മണിക്കത്തെ ചർച്ചയിൽ വന്നപ്പോൾ അവരെ പേര് പറയാൻ തയ്യാറാവാത്ത ഘട്ടത്തിൽ അവർ പറയുകയാണ് എൻ്റെ പേരും എൻ്റെ മുഖവും കാണിക്കാമെങ്കിൽ മാത്രം ഈ വീഡിയോയ്ക്ക് ഞാൻ ഇരിക്കുന്നു, അല്ലാത്ത പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഈ നടി ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ നിങ്ങളുടെ പേര് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണ്, അതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. സാധാരണഗതിയിൽ ഇരകൾക്ക് കോടതി പറയുന്നത് അവരെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തരുതെന്നാണ്. പക്ഷേ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ നിർബന്ധപ്രകാരം നമ്മളിത് ഓണയർ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്നുകിൽ ഈ എന്താ പറയുക ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം ഇത്. അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവരുടെ കടുത്ത ആരോപണം വന്നിരിക്കുന്നത് ബാലേന്ദ്ര മേനോനെതിരെയാണ്. ബാലേന്ദ്ര മേനോനെതിരെ വന്ന ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും വിശ്വസിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ്. പിന്നെ മുകേഷിനെതിരെ ഇവരുടെ ആരോപണമുണ്ട്. മുകേഷിനെതിരെ ഇവർ ആരോപണം വന്ന സമയത്ത് ഇവർക്ക് പോലീസ് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പോലീസ് സെക്യൂരിറ്റിയെ കൊടുത്ത സമയത്ത് ഇവർ ആലുവയിലെ അവരുടെ ദേശത്താണ് അവരുടെ ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ നിന്ന് ഇവരെ വനിതാ പോലീസ്, പൂങ്കോഴിയുടെ നേതൃത്വത്തിലുള്ള വനിതാ പോലീസ് കൊണ്ടുവന്ന് ഇവിടെ മരടിലെ ആ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന്, മരടിലെ ആ ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് മുകേഷുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇവരവിടെ വിശദീകരിച്ച് ഏതൊരു ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ വലിയ തെളിവെടുപ്പൊക്കെ ആയിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അപ്പോൾ അതെല്ലാം ഇവർ കൃത്യമായിട്ട് വിശദീകരിച്ച ഘട്ടത്തിൽ പോലും പോലീസുകാരുമായിട്ട് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എന്തൊക്കെയോ ഒരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്ന കാര്യങ്ങളിൽ മൊഴികളിൽ എന്തൊക്കെയോ വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആണ് എന്നറിയില്ല. പക്ഷേ ഇതുപോലുള്ളൊരു കേസായതുകൊണ്ട് നമുക്കത് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് അർഹമായ പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മളത് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കേസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടിയെ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് കാഴ്ചവെച്ചു, സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഇവരെ വിളിച്ചിരുന്നു. ഞങ്ങൾ ഇങ്ങനൊരു കേസ് ഉണ്ടല്ലോ വെച്ചപ്പോൾ പറഞ്ഞു അത് കുടുംബ വഴക്കാണ്, അതിൽ വേറെ ഒന്നുമില്ല. ആ കുട്ടിയെ വളർത്തിയതൊക്കെ ഞാനാണ്, എൻ്റെ വീട്ടിൽ നിന്നാണ് അവർ വളർന്നത്, അവർ സാമ്പത്തികമായിട്ട് ഭയങ്കര മോശമായി നിന്നതാണ്. അപ്പോൾ ഈ കുട്ടി നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുക, ഇവരുടെ മകളാണെന്ന് തോന്നി, ഇവരുടെ മകളും ഉണ്ടെന്ന് തോന്നി, നല്ല ഡാൻസറാണ്, അവർ വിദേശത്തും കണ്ട. അപ്പോൾ അവർ എൻ്റെ മകൾ ഡാൻസ് ചെയ്യുമ്പം ഇവളുടെ കൂടെ പഠിച്ച് ഡാൻസറാണ് ആ കുട്ടി. അപ്പം ആ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ കുട്ടിക്ക് പക്ഷേ സെലക്ഷൻ കിട്ടിയില്ല, തിരിച്ചു വിടുമെന്ന് അവൾ വീട്ടിലേക്ക് പോയി. പക്ഷേ ഇത്രയും വർഷം മിണ്ടാത്ത കുട്ടി എന്താണ് ഇപ്പോൾ ഈ കേസ് വരുമ്പോൾ മിണ്ടുന്നത്? അത് ആ ചോദ്യത്തിനൊരു സാധ്യതകളുണ്ട്, എന്തുകൊണ്ടെന്ന് അന്ന് പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ചിലപ്പോൾ ഇവർ പറഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് അത്രയും താണു നിൽക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ കേസിലാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് കേരള പോലീസിനൊന്നും അറിയിക്കുക പോലും ചെയ്യാതെ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തുന്നെങ്കിൽ അവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് അറസ്റ്റ്. പക്ഷേ പോക്സോ കേസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ റിമാൻഡിലാവും. അപ്പോൾ ഇനി തുടർ നടപടികളെ അവർ നേരിടേണ്ടി വരും.